ഹലോ, ഇന്ന് ഞായറാഴ്ച ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവർക്കും എന്തേ പരിപാടി? അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിലെ വിശേഷം കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടീസിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവരുടെ കുറച്ച് വികൃതികളും പിന്നെ നമ്മുടെ വീട്ടുവിശേഷവും എല്ലാം കൂടെ കൂടിയിട്ടൊരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കുക. അപ്പം ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ രാവിലെ തന്നെ അവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. പാറൂസും ചേട്ടന്മാരും പറഞ്ഞിരുന്നില്ലേ, പാറൂസിൻ്റെ ചേട്ടന്മാർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ പാറൂസും ആൽവിക്കുട്ടനും കൂടെ. ആണോ പാറൂഷേ? ചേട്ട എവിടെ? ആ അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചേ നമ്മുടെ ഗാർഡൻ്റെ വിശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ഹാങ്ങിങ് ഐഡിയ ആയിരുന്നു. നമ്മുടെ പഴയ ഫ്രിഡ്ജിൻ്റെ ട്രേ വെച്ചിട്ട് അതിലിങ്ങനെ ബോട്ടിൽ ഹാങ് ചെയ്തിട്ടിട്ട്. അപ്പോൾ നമ്മൾ അന്ന് ടേബിൾ റോസ് ആയിരുന്നു വെച്ചിരുന്നതിൻ്റെ അതിൽ പൂ നിപ്പുണ്ട്. വൈറ്റ് ടേബിൾ റോസ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അതിൻ്റെ എല്ലാം അതേ പൂത്ത് നിപ്പുണ്ട് കേട്ടോ, പൂവായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു റെഡ് കളറുണ്ട്, അത് ഇന്ന് പൂവില്ലാതെ അതിൻ്റെ മൊട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. റെഡ് കളർ ഒരു ടേബിൾ റോസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് പൂവൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അന്നത്തെ ഹാങ്ങിങ് സക്സസ് ആയി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു വെറൈറ്റി ഹാങ്ങിങ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ട്രേ വെച്ചിട്ട്. അതുപോലെ നമ്മുടെ വാത്സ്യത്തിൽ ഒരുപാട് പൂ നിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തെ രാവിലത്തെ കാഴ്ചകളാണ്. അതുപോലെ ഇതേ നിൽക്കുന്ന റെഡ് കളർ പൂ ഒരു പുതിയ പൂവാണ് നമ്മുടെ മുറ്റത്ത് പൂത്തൊരു. ഇതിൻ്റെ പേരറിയില്ല, പേരറിയാന്നുള്ളൊരു കമൻറ്റ് ചെയ്തോ കേട്ടോ. അതുപോലെ ഇതേ ഇതിൽ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, ഒരു ചെമ്പരത്തി പൂ പോലെയൊക്കെ. പക്ഷെ നല്ലൊരു റെഡ് കളറാണ് അത് നമ്മുടെ മുറ്റത്ത് പൂത്തതാണ് കേട്ടോ, പുതിയതായിട്ട്. പിന്നെ അതേ മതിലില്ലെങ്കിൽ നമ്മൾ ബോട്ടിൽ ഹാങ് ചെയ്തിട്ടിട്ടില്ലേ, അതിൽ നിന്ന് ഇഷ്ടം പോലെ പൂവുണ്ട്. ഇതിലെല്ലാം 10 മണി 8 മണി തന്നെയാണ്. ഇത് കണ്ടിട്ടുണ്ട് ഞാൻ, വെറുതെ ഒന്ന് രാവിലെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി മേളിലത്തത് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മേളിൽ കുറേ ടേബിൾ റോസിൻ്റെ വെറൈറ്റി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താ പൂണ്ട് കേട്ടോ. ഒരു മജന്ത കളറ്, അത് പിങ്കാണ്, വൈറ്റ് പോലെ ആയിരിക്കും തോന്നുന്നത്, പിങ്ക് കളറ്. പിന്നെ പിങ്കും മജന്തയും മിക്സ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതെല്ലാത്തിലും പൂ വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് നട്ടതിലും യെല്ലോ. പിന്നെ വേറൊരു മിക്സാണ്. കുറച്ച് വെറൈറ്റി നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതന്ന് നടന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് വളം ഉപയോഗിച്ചാണ് നമ്മളിത് മേളിൽ നട്ടതെന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് നമുക്ക് ആ വീഡിയോ നേരത്തെ കണ്ടവർക്കറിയാം, വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ വളമെല്ലാം ഉപയോഗിച്ചതുകൊണ്ടും പിന്നെ നല്ല വെയിലത്താണ് ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂ വന്നിട്ടുണ്ട്, നല്ലതുപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫുൾ നിറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പൂ നമുക്കിപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ അത് വളർന്നതും പൂ നിൽക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് നല്ല വെയിൽ വേണം, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ റോഡ് സൈഡിൽ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് നമ്മുടെ ടേബിൾ റോസിൻ്റെ പല കളർ. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ പറഞ്ഞു ചീരയുടെ വിത്തിട്ടിട്ടുണ്ട്, അതും മുളച്ചു വന്നിട്ടുണ്ട്.
അപ്പോൾ അവിടെ പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ എന്താ ചെയ്യുന്നത് നോക്കാം. നല്ല കടുക് പൊടിക്കും. എന്താ അമ്മ ചെയ്യണേ? അപ്പം ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കനാണ്. നമുക്ക് കപ്പ ഉണ്ടാവുമോ? അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുവാണല്ലേ. മാറി നിൽക്കാം. അപ്പം അമ്മ കടുകെല്ലാം പൊട്ടിച്ചിട്ട് അതിലോട്ട് എന്തോ നമ്മ ഇടാൻ പോണേ? പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് അപ്പം ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടേ അമ്മ അതിൽ. ഞാൻ ചിക്കൻ കറി ഫുൾ കാണിക്കുന്നില്ലേ വയ്ക്കുന്നത് എങ്ങനെയാന്ന്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് നോക്കാം അമ്മയുടെ ചിക്കൻ കറി ഏതുവരെ ആയിരുന്നു. അപ്പോ അപ്പം നമ്മുടെ ആദ്യക്കുട്ടനും ആൽവിക്കുട്ടനും പാറൂട്ടിയും കൂടെ ഇതേ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഈ പാറൂട്ടി ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ട് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് പാറു കണ്ടില്ലായിരുന്നു. ഫോണിൽ പാട്ട് വെച്ചിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതാ പാറു നോക്കിക്കൊണ്ടിരിക്കുന്നത് പാട്ട് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന്. പിന്നെ ഞാൻ പാറൂസിന് കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ എവിടെ നിന്നാണ് പാട്ട് കേൾക്കുന്നതെന്ന്. പിന്നെ പാറൂസ് ആക്റ്റീവായി. ഞാൻ അവരവിടെ തകർക്കുമായിരുന്നു. ഇവിടെ ആദ്യക്കുട്ടനും ആലിക്കുട്ടനൊക്കെ വരുമ്പോൾ സ്ഥിരമുള്ള പരിപാടി ഇങ്ങനെ പാട്ട് വെച്ചിട്ട് 3 പേരും കൂടെ ഡാൻസ് കളിക്കുന്നു. അപ്പം ചേച്ചി ഇത് അവിടെ ഇരുന്ന് കപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഓരോരുത്തർ രാവിലെ ഓരോ പണികളില്ല. അപ്പം നമ്മുടെ അമ്മയുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയാവുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് അവിടെ പിള്ളേർ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ആയി. അതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെപ്പോഴും ഉള്ളതാ, ചെറിയ ചെറിയവരുടെ സൗന്ദര്യപ്പിണക്കം. അമ്മയുടെ ചിക്കൻ കറി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊട്ട് എപ്പോഴേ വന്നിപ്പോണ്ടേ. അപ്പം എന്തേ നമ്മുടെ പാറൂസ് ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാരും പറഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ ആൾക്ക് തോന്നുമ്പോഴത്തേക്കും ചൂലെടുത്തുകൊണ്ട് വന്ന് ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടേയൊക്കെ നടക്കും. നമ്മുടെ ചിക്കൻ്റെ പച്ച കഴിയാറായില്ലേ അമ്മ? അമ്മ മല്ലിയില ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് അമ്മ അതിൽ രമ്പയില ഇട്ടിട്ടുണ്ട്. ഈ രമ്പയില നമ്മുടെ വീടിൻ്റെ താഴെ നിൽക്കുന്ന അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ചിക്കനിലൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും അമ്മ ഇട്ടിട്ടുണ്ട്. അപ്പം അമ്മയുടെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ. പിന്നെ ഇത് കപ്പ ഇവിടെ റെഡി ആവുന്നതേ ഉള്ളേ. കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. അപ്പൊ ചേച്ചി ഇതാ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ പയറ്. അപ്പം എന്തേ നമ്മുടെ കപ്പ റെഡി, ചിക്കനും റെഡി.
ഞായറാഴ്ചയായിട്ട് പാറൂട്ടിയുടെയും ചേട്ടന്മാരുടെയൊക്കെ കളിയും കാര്യമൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പാറൂട്ടി കളിച്ച് തളർന്ന് കഴിച്ച് ഉറക്കമായി. കൂടുതലൊന്നും വീഡിയോ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.